ഇസ്രായേൽ ഹിസ്ബുള്ള സംഘർഷത്തിൽ വെടിനിർത്തലിന് ധാരണയായിട്ടുണ്ട്. ഹിസ്ബുള്ള ലിറ്റ്നി നദിയുടെ വടക്കോട്ട് പിന്മാറാനാണ് ധാരണ. ഇസ്രായേൽ സൈന്യം ലെബനൻ അതിർത്തി വിടാനും ധാരണയായി. തീരുമാനം അമേരിക്ക സ്വാഗതം ചെയ്തു. അതേസമയം ഈ ധാരണയ്ക്ക് പിന്നാലെ ലെബനനിൽ വീണ്ടും ഇസ്രായേലിന്റെ ആക്രമണം ഉണ്ടായി എന്നുള്ള റിപ്പോർട്ടുകളുമുണ്ട്. ആര്യ ആർ ദേവൻ ചേരുന്നു വിവരങ്ങളുമായി. ആര്യ, ഗുഡ് മോർണിംഗ്. ഈ നാളുകളായുള്ള ശ്രമഫലങ്ങളുടെ ഭാഗമായിട്ടാണല്ലോ ആ ഒരു വെടിനിർത്തൽ ധാരണയിലേക്ക് എത്തിയത്. പക്ഷേ വീണ്ടും അത് ലംഘിക്കപ്പെട്ടു എന്നുള്ള ഒരു റിപ്പോർട്ട് വരാനിടയായ പശ്ചാത്തലം എന്താണ് ആര്യ? ഗുഡ് മോർണിംഗ് എൽദോ സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്കറിയാം, ഒരു വർഷത്തിലധികമായി നിലനിൽക്കുന്ന ഒരു യുദ്ധ സാഹചര്യമായിരുന്നു അവിടെ. എത്രയോ ആയിരങ്ങൾ കൊല്ലപ്പെട്ടു, എത്രയോ ആയിരങ്ങൾ അനാഥമാക്കപ്പെട്ടു, എത്രയോ ആയിരങ്ങൾ പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായി. അതിനൊക്കെ അവസാനമായി ഈ ഒരു ധാരണ, ലെബനനുമായിട്ടുള്ള ഹിസ്ബുള്ളയുമായിട്ടുള്ള ഇസ്രയേലിന്റെ വെടിനിർത്തൽ ധാരണ ഉണ്ടാകുന്നു എന്നറിയുമ്പോൾ നമ്മളെല്ലാവരും ഒരുപാട് ആശ്വാസകരമായിട്ടുള്ള വാർത്തകൾ ഇനി അവിടെ നിന്നുണ്ടാകും, പശ്ചിമേഷ്യയിൽ നിന്നുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ആ വാർത്തകളൊക്കെ അസ്ഥാനത്താകുകയാണ് എന്നുള്ള സൂചനകളാണ് ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്നത് എന്നുള്ളതാണ്. ഈ വെടിനിർത്തൽ ധാരണ ഇന്ന് രാവിലെ 4 മണി മുതലായിരുന്നു പ്രാബല്യത്തിൽ വരുന്നത്. പക്ഷെ ആ ധാരണയെ, ആ കരാറിനെ ലംഘിച്ചുകൊണ്ട് വീണ്ടും ആക്രമണം നടന്നു എന്നുള്ളതാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. അന്തർദേശീയ മാധ്യമമായ അൽ ജസീറയാണ് ഇത്തരത്തിലൊരു റിപ്പോർട്ട് പുറത്തേക്ക് വിട്ടിട്ടുള്ളത്. വടക്കൻ ലെബനനിൽ ഇത്തരത്തിൽ വലിയ ആക്രമണം ഇസ്രയേലിന്റെ ഭാഗത്ത് നിന്ന് ഈ കരാർ ലംഘിച്ചുകൊണ്ട് വീണ്ടും ഉണ്ടായി എന്നുള്ളതാണ് അവർ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തായാലും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ വിശദാംശങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. എന്തായാലും ഏറ്റവും ആകാംക്ഷയോടെ ലോകം ചർച്ച ചെയ്യുന്നത് ഈ വെടിനിർത്തൽ ധാരണ തന്നെയാണ്. വലിയ പ്രതീക്ഷയോടെയാണ് ഈ വെടിനിർത്തൽ ധാരണയെ ലോകം ഉറ്റുനോക്കിയത് എന്ന് തന്നെ പറയാം. നമുക്കറിയാം, വലിയ ആശ്വാസമായിരുന്നു ഈ ഹിസ്ബുള്ള ഇസ്രായേൽ വെടിനിർത്തൽ ധാരണയിലൂടെ ഈ യുദ്ധഭീതി ഒഴിയുന്നു എന്നുള്ള ഒരു സാഹചര്യം. ആ ഒരു വാർത്തയെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ ആശ്വാസകരമായി ആകാംക്ഷയോടെ ഉറ്റുനോക്കുകയായിരുന്നു. അതിനിടയിൽ ചില റിപ്പോർട്ടുകൾ ഇത്തരത്തിൽ വരുന്നുണ്ടെങ്കിൽ പോലും നമുക്കിനി ഈ ധാരണയിലേക്ക് എങ്ങനെ എത്തി എന്ന് നോക്കിയാൽ, അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ, അമേരിക്കയുടെയും ഫ്രാൻസിന്റെയും മധ്യസ്ഥതയിലാണ് ഇത്തരത്തിലൊരു വെടിനിർത്തൽ കരാറിലേക്ക് ഇസ്രയേലും ഹിസ്ബുള്ളയും എത്തുന്നത് എന്നുള്ളതാണ്. ധാരണപ്രകാരം ഹിസ്ബുള്ള ലിറ്റനി നദിയുടെ കരയിൽ നിന്ന് പിന്മാറണം എന്നതടക്കമുള്ള നിർദ്ദേശങ്ങളാണ് അംഗീകരിക്കപ്പെട്ടത്. ഇസ്രായേൽ സൈന്യവും ലെബനൻ അതിർത്തിയിൽ നിന്ന് പിന്മാറുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ ധാരണയുടെ അടിസ്ഥാനത്തിൽ വെടിനിർത്തൽ നിർദ്ദേശം ചർച്ച ചെയ്യാൻ ഇന്നലെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നേതൃത്വത്തിൽ ഇസ്രായേൽ സുരക്ഷാ മന്ത്രിസഭ യോഗം ചേർത്തിരുന്നു. ഈ മന്ത്രിസഭാ യോഗത്തിന് ശേഷമാണ്, ഈ യോഗത്തിലാണ് ഇത്തരത്തിൽ ഒരു വെടിനിർത്തൽ കരാറ് അത് അംഗീകരിക്കാം എന്നുള്ള ഒരു ധാരണയിലേക്ക് ഇസ്രായേൽ എത്തുന്നത്. പക്ഷെ നേരത്തെ തന്നെ ഹിസ്ബുള്ള ഈ വെടിനിർത്തൽ നിർദ്ദേശം അംഗീകരിച്ചിരുന്നു. ഇസ്രായേൽ കൂടി ഈ ഒരു ധാരണ അംഗീകരിച്ചതോടെയാണ് 1 വർഷമായി തുടരുന്ന യുദ്ധക്കെടുതിക്ക് താൽക്കാലികമായെങ്കിലും ഒരു ആശ്വാസമാകുന്നത് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം താൽക്കാലികമായ ഒരു ആശ്വാസം എന്ന് പറയുന്നത്, ഈ എത്ര കാലം ഈ ധാരണ പ്രകാരം മുന്നോട്ട് പോകാൻ ഇസ്രായേലിനും ഹിസ്ബുള്ളയ്ക്കും സാധിക്കും എന്നുള്ളതാണ് ആകാംക്ഷയോടെ ലോകം ഉറ്റുനോക്കുന്നത്. കാരണം ഈ ധാരണയിലേക്ക് എത്തുമ്പോൾ തന്നെ ഇസ്രായേൽ വ്യക്തമാക്കിയ ഒരു കാര്യമുണ്ട്. 60 ദിവസത്തെ താൽക്കാലികമായ ഒരു വെടിനിർത്തൽ ധാരണയിലേക്കാണ് എത്താൻ താല്പര്യപ്പെടുന്നത്. അങ്ങനെയാണ് ഇസ്രായേലിന്റെ ഒരു തീരുമാനം എന്നുള്ള നിലയ്ക്കാണ് ഈ ധാരണയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ പുറത്തു വന്നത്. എന്തായാലും അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ തന്നെയാണ് ഈ വെടിനിർത്തൽ കരാർ അത് പ്രാബല്യത്തിൽ വരുന്നു എന്നുള്ള കാര്യം ഔദ്യോഗികമായി അറിയിച്ചത്. വൈറ്റ് ഹൌസിൽ ലോകത്തെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചത്. ഈ ലെബനൻ ഇസ്രായേൽ വെടിനിർത്തൽ വിവരത്തെക്കുറിച്ച് ലോകത്തെ അറിയിക്കുമ്പോൾ ബൈഡൻ പറഞ്ഞത് നല്ല വാർത്തയാണെന്നും ആശ്വാസകരമായ തീരുമാനമാണെന്നുമാണ്. ഹിസ്ബുള്ള അടക്കം പക്ഷെ ധാരണ ലംഘിക്കുകയാണെങ്കിൽ ഇസ്രായേലിന് സ്വയം ആക്രമണം നടത്താൻ, ഹിസ്ബുള്ളയ്ക്ക് നേരെ വീണ്ടും ആക്രമണം നടത്താനുള്ള അവകാശമുണ്ടെന്നും ജോ ബൈഡൻ സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം ഹിസ്ബുള്ള ധാരണ ലംഘിച്ചാൽ ഇസ്രായേൽ കനത്ത തിരിച്ചടി നൽകുമെന്ന് നേരത്തെ തന്നെ ബെഞ്ചമിൻ നെതന്യാഹുവും വ്യക്തമാക്കിയ കാര്യമാണ്. ലെബനനിലേക്ക് കടന്നാക്രമിക്കുമെന്നാണ് ബെഞ്ചമിൻ നെതന്യാഹു ഈ ധാരണ പ്രാബല്യത്തിൽ വരുന്നതിന് മുമ്പ്, ഈ യോഗം ചേരുന്നതിന് മുമ്പ് തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ള കാര്യം. US തയ്യാറാക്കിയ വെടിനിർത്തൽ പദ്ധതി ചർച്ച ചെയ്യാൻ കഴിഞ്ഞ ആഴ്ചയാണ് വൈറ്റ് ഹൌസ് പ്രതിനിധി MS ഹോക്സ്റ്റൈൻ ലെബനനും ഇസ്രായേലും സന്ദർശിച്ചിരുന്നു. ലെബനനിൽ നിന്ന്
ഇസ്രായേൽ സൈന്യം പൂർണ്ണമായി പിന്മാറാനും ലബനൻ ഇസ്രായേൽ അതിർത്തിയിൽ 2006 UN രക്ഷാസമിതി പ്രമേയം അനുസരിച്ചുള്ള സമാധാന സേനയുടെ കാവൽ തുടരാനുമാണ് US നിർദ്ദേശം നൽകിയത്. പക്ഷേ ഇത് താൽക്കാലികമായ ആശ്വാസം മാത്രമാണ് എന്നുള്ളതാണ്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രാഥമികമായി ഒരു 60 ദിവസത്തെ കരാറിൽ ഏർപ്പെടാം എന്നുള്ള തരത്തിലാണ് ഇസ്രായേൽ ഈ ഒരു ആശയത്തെ മുന്നോട്ട് വെച്ചത് എന്നുള്ളതാണ് അന്തർദേശീയ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നത്. തെക്കൻ ലെബനനിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പൂർണ്ണമായി പിന്മാറണം, 60 ദിവസത്തേക്ക് മേഖലയുടെ സമ്പൂർണ്ണ നിയന്ത്രണം ലെബനൻ സൈന്യം ഏറ്റെടുക്കുകയും ചെയ്യുക എന്നതാണ് ഈ വെടിനിർത്തൽ കരാറിലെ പ്രധാനപ്പെട്ട നിബന്ധന. 2006 യുദ്ധം അവസാനിപ്പിക്കാനുണ്ടാക്കിയ UN സുരക്ഷാ കൗൺസിൽ പ്രമേയം 1701 ഈ കരാറിലും ബാധകമാണ്. ഇസ്രായേൽ അതിർത്തിയിൽ നിന്ന് ഹിസ്ബുള്ള 30 കിലോമീറ്റർ ദൂരത്തേക്ക് പിന്മാറണമെന്നും കരാറിൽ പറയുന്നു. നിബന്ധനകൾ പാലിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ US-ന്റെ അധ്യക്ഷതയിൽ ഫ്രാൻസ് അടക്കമുള്ള പഞ്ചരാഷ്ട്ര കമ്മിറ്റി രൂപീകരിക്കും എന്നുള്ളതാണ് ഈ ധാരണയിലെ പ്രധാനപ്പെട്ട വരികൾ. പക്ഷേ ഈ ധാരണ പ്രാബല്യത്തിൽ വന്നു, ഇന്ന് രാവിലെ 4 മണി മുതൽ പ്രാബല്യത്തിൽ വന്നു എന്നുള്ള ജോ ബൈഡന്റെ പ്രഖ്യാപനത്തിന് ശേഷമാണ് വീണ്ടും ഇത്തരത്തിൽ ലെബനനിലേക്ക് ഇസ്രായേലിന്റെ ഒരു ആക്രമണം നടന്നു എന്നുള്ള തരത്തിൽ റിപ്പോർട്ടുകൾ വരുന്നത്. എന്തായാലും ആ ആക്രമണവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ പുറത്ത് വരേണ്ടതേ ഉള്ളൂ. എൽദോ ആര്യ ദേവനാണ് വിവരങ്ങൾ നൽകിയത്.